ഇസ്രായേലിൽ ഇപ്പോൾ ഉത്സവമാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് നരേന്ദ്രമോദി അവിടെ എത്തിയത്. തെരുവുകളിലൊക്കെ ഇന്ത്യൻ പതാകയും ഇസ്രായേൽ പതാകയുമാണ് ഇരുവശവും പാറി പറക്കുന്നത്. നമ്മൾ വിചാരിച്ചതിനൊക്കെ അപ്പുറത്തുള്ള ഒരു വരവേൽപ്പാണ് നരേന്ദ്രമോദിക്ക് അവിടെ നൽകിയത്. നെതന്യാഹു തന്നെ നേരിട്ടെത്തി മോദിയെ വരവേൽക്കുകയാണ് ചെയ്തത്. പല വിഷയങ്ങളിൽ അവിടെ കരാറിൽ ഒപ്പിടുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പം വേറൊരു ചുവടുവയ്പ്പായിരിക്കും. അവിടെ സെനറ്റിൽ പ്രസംഗിച്ചു. ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലേ പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സെനറ്റിൻ്റെ പേര് നെസറ്റ്. ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് സ്റ്റാൻഡിങ് ഒവേഷനാണ് അദ്ദേഹത്തിന് ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിക്ക്. ഒരുപക്ഷെ നരേന്ദ്രമോദി മറ്റെവിടെയെങ്കിലും ഒക്കെ പോയി സ്വീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്ര ഹൃദ്യമായ സ്വീകരണം, ഇതിനേക്കാൾ വലിയ ഗാർഡ് ഓഫ് ഓണറും വലിയ പരിപാടികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്ര ഹൃദ്യമായത്, അതായത് ഹൃദയത്തോട് ചേർന്ന് നിന്ന ഒരു ബന്ധമുള്ള ഒരു മീറ്റിംഗ് മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. നരേന്ദ്രമോദി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ എത്തിയത് നെതന്യാഹു തന്നെയാണ്, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. അവിടെ അദ്ദേഹം എത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ നെതന്യാഹു വന്നത് കാവി ഗൗണും ധരിച്ചുകൊണ്ടാണ്. ധരിച്ചുകൊണ്ട് വന്നതെന്ന് മാത്രമല്ല, നരേന്ദ്രമോദിയോട് പറയുകയും ചെയ്തു, താങ്കളുടെ ഈ പോക്കറ്റിലിരിക്കുന്ന സ്ക്വയർ ടവൽ പോലൊരെണ്ണം വയ്ക്കുമല്ലോ, അത് കാണിച്ചിട്ട് പറഞ്ഞു, ആ പോക്കറ്റ് സ്ക്വയറും എൻ്റെ വൈഫിൻ്റെ ഉടുപ്പും ഒരേപോലെ കാവിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പൊട്ടിച്ചിരിച്ച് സന്തോഷത്തോടു കൂടി വന്ന് വലിയ ഗാർഡ് ഓഫ് ഓണർ, ഒരു ഗാർഡ് ഓഫ് ഓണറൊക്കെ സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വരുന്ന വഴിക്ക് മുഴുവൻ ഇന്ത്യൻ പതാകയും ഇസ്രായേൽ പതാകയും കൊണ്ട് വീഥികൾ മുഴുവൻ അങ്ങനെ നിൽക്കുന്നു. ആൾക്കാർ പതാക വീശുന്നു. ഭയങ്കരമായൊരു സ്വീകരണം. അത് കഴിഞ്ഞ് ഇവരുടെ സെനറ്റ്, അതായത് നെസറ്റ് എന്ന് പറയുന്ന സെനറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ കാണുന്നത് ഇതുപോലെ തന്നെ. അത് മുഴുവൻ ദീപാലങ്കൃതമായിരിക്കുന്നു. ത്രിവർണ്ണ കളർ കൊണ്ടാണ്, പച്ച, വെള്ള, കാവി എല്ലാം ചേർത്ത് അങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന അവരുടെ സെനറ്റ്, അതായത് നെസറ്റ്. അതിനകത്ത് കയറി അദ്ദേഹത്തിന് ഹൃദ്യമായ സ്വീകരണമായിരുന്നു. അവരെല്ലാവരും ഓരോ സ്പീക്കർ തന്നെ ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെ ആദ്യത്തെ വെൽക്കം ചെയ്യുന്നത്, ഒരു 2 വാക്ക്. അത് കഴിഞ്ഞ് നെതന്യാഹു സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇതെൻ്റെ സുഹൃത്ത് മാത്രമല്ല, എൻ്റെ സഹോദരനും കൂടെയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നരേന്ദ്രമോദി മറുപടി കൊടുത്തപ്പോഴാകട്ടെ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ രണ്ടുപേരും തമ്മിൽ വളരെ പുരാതനമായ ബന്ധമുള്ള 2 രാഷ്ട്രങ്ങളാണ്. ട്രേഡ് റിലേഷൻസ് ഉൾപ്പെടെ നമുക്കുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ളവരെ ലോകം മുഴുവൻ ഓടിച്ചപ്പം ഞങ്ങളാണ് സ്വീകരണം നൽകിയത്. അതുപോലെ തന്നെ ഗാസയിലുണ്ടായ ആക്രമണം, ഹമാസിൻ്റെ ആക്രമണം യാതൊരു വിധത്തിലും ന്യായീകരിക്കാവുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞതും, അതിൻ്റെ ആ ഒരു വേദന എനിക്ക് മാത്രമല്ല ഇന്ത്യൻ ജനതയ്ക്ക് മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞപ്പം അവിടെ എണീറ്റ് നിന്നുകൊണ്ട് ദീർഘമായ നേരം കയ്യടിയായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞത് 2008 ഞങ്ങളുടെ മുംബൈ ആക്രമണം പോലെയായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ വന്നത്. ഏതാണ്ട് പല കാര്യങ്ങളിൽ നമ്മൾ ഒന്നിച്ചാണ്. കാരണം ഒരു കാരണവശാലും ഈ ഭീകരവാദത്തിനെ നമ്മൾ വെച്ചു പൊറുപ്പിക്കില്ല. അതിന് യാതൊരുവിധ സന്ധിയുമില്ലാതെ സമരം ചെയ്യാൻ ഞങ്ങളും തയ്യാറാണ്, നിങ്ങളും തയ്യാറാണ്. നമ്മുടെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം അത്തരത്തിലുള്ളതാണ്. വളരെ വലിയ സാധ്യതകളാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ സെക്യൂരിറ്റി കരാറ്, പിന്നെ വാണിജ്യ കരാറ് ഒക്കെ ആയിട്ടുള്ള കരാറുകളിലേക്ക് ഒപ്പുവയ്ക്കാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് എക്കാലവും 2 രാഷ്ട്രങ്ങളും എടുക്കും എന്നുള്ള തീരുമാനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കരാറുകൾ ഒപ്പിടാൻ ഇനി ഇരിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ എന്ന് പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ്. അത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ പിന്നെ നമുക്കൊരു കണക്ക് പറഞ്ഞാൽ അത്രയും പോലും ഇല്ലാത്തൊരു ചെറിയ രാജ്യത്ത് ഇന്ത്യയെ പോലൊരു മഹാരാജ്യം ബന്ധം സ്ഥാപിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, എല്ലാ അർത്ഥത്തിലും ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ബുദ്ധി കേന്ദ്രങ്ങളാണ്. അവരുടെ കയ്യിലില്ലാത്ത തന്ത്രങ്ങളും അവരുടെ കയ്യിലില്ലാത്ത ബുദ്ധിയും അവരുടെ കയ്യിലില്ലാത്ത ആധുനിക സാങ്കേതിക വിദ്യയും ഒന്നും മറ്റാരുടെ കയ്യിലും ഇല്ല എന്നുള്ളതാണ് സത്യം. അമേരിക്കയുടെ തന്നെ നിലനിൽപ്പ്
ഈ ഇസ്രായേലുകാരെ വെച്ചിട്ടാണ്. ഒരുപക്ഷെ അമേരിക്കയെ നിലയ്ക്ക് നിർത്താൻ ഇസ്രായേൽ മതി. ഇസ്രായേലികൾ അവിടെ ഉള്ളവർ വിചാരിച്ചാൽ അമേരിക്ക തങ്ങൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഈ നെതന്യാഹു ട്രംപ് ബന്ധം പോലും നിൽക്കുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു ബന്ധത്തിനുള്ള സാധ്യത ഇവർ തമ്മിൽ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടി ഉണ്ടാകുന്നുണ്ട്. അതായത് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെല്ലാം മടങ്ങിക്കൊള്ളുക എന്നൊരു ആഹ്വാനവും നൽകുന്നുണ്ടായിരുന്നു. ഈ അവസരത്തിൽ നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനം നടത്തുന്നതിനെ കുറിച്ചുമൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തു. അല്ല, അതിനകത്ത് പ്രതിപക്ഷം ഉന്നയിച്ചത് ഇത് മാത്രമല്ല, അവിടുത്തെ പ്രതിപക്ഷം നരേന്ദ്രമോദിക്ക് എതിരാണ് എന്ന് വരെ ഇവിടെ പലരും പറയുകയുണ്ടായി. എന്നാൽ അങ്ങനെയല്ല, അവിടെ എഴുന്നേറ്റുന്ന ഹർഷാരവത്തോടുകൂടി സ്വീകരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങള് ഈ നെതന്യാഹുമായിട്ട് ചില തർക്കങ്ങളുണ്ട്, അതാണല്ലാതെ നരേന്ദ്രമോദിയായിട്ട് ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന് ഞങ്ങൾ ഗ്രാൻഡ് വെൽക്കം നടത്തും. ഞങ്ങളുടെ ഗവൺമെന്റ് വന്നാലും അദ്ദേഹമായിരിക്കും ഞങ്ങളുടെ. ഓപ്പറേഷൻ സിന്ദൂറിലെ ശശി തരൂർ പോയതുപോലെ അതുപോലെ അതെ, ഞാൻ രാജ്യത്തിന് വേണ്ടിയാണ് പോയത്. അതുപോലെ നരേന്ദ്രമോദിയെ ഞങ്ങൾക്ക് ആർക്കും വിരോധമില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ എക്കാലത്തെയും മിത്രമാണ് ഇന്ത്യയും നരേന്ദ്രമോദിയും ഒക്കെ. അതുകൊണ്ട് യാതൊരു മാറ്റവും ഇല്ലെന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിന് അവിടെ സ്പീക്കർ ഓഫ് ദ നെസറ്റ് മെഡൽ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ആ മെഡലും കൂടെ അവർ നൽകി ആദരിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഡിന്നറിന് വരവേറ്റത്. അതിഗംഭീരമായ ഒരു ഡിന്നറും ഒക്കെയാണ് ഇന്ന് നടന്നത്. ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ലോകത്ത് ചെറിയ രാഷ്ട്രത്തിന് വലിയ ബുദ്ധി, ഈ വലിയ രാഷ്ട്രത്തിന് ബുദ്ധിക്ക് പുറമെ ശക്തിയും കൂടുതലാണ്, ആൾബലം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾബലമുള്ള 2 രാഷ്ട്രങ്ങളിൽ ഒന്ന് ചൈനയും ഒന്ന് നമ്മളുമാണ്. അപ്പോൾ ലോകത്ത് എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ ഇസ്രായേൽ ചെറുതാണ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. വലിയൊരു ഇന്ത്യ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നരേന്ദ്രമോദി കൊടുത്ത മെസ്സേജ്. തിരിച്ചു കൊടുത്ത മെസ്സേജ്, നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ആ സന്ദർഭത്തിൽ ഞങ്ങളും ഉണ്ടാകും. ഈ ഒരു അരക്കെട്ടുറപ്പിക്കലാണ് നടന്നിരിക്കുന്നത്. ഇത് സെക്യൂരിറ്റി തലത്തിൽ മാത്രമല്ല, മൊത്തത്തിലുള്ള അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലെല്ലാം ഇതൊരു വലിയ കൂട്ടുകെട്ടായിരുന്നു. ഇറാൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇത് നാളെ അമേരിക്ക ഇറാനെ കീഴടക്കിയാൽ, അല്ലെങ്കിൽ താൽക്കാലികമായി കൈയടക്കി ഒരു പാവ ഗവൺമെൻറ്റിനെ വെച്ചാലും, അമേരിക്കയോട് നമ്മുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ പറയാൻ പോലും കഴിയുന്ന ഒരു സഖ്യമായിരിക്കും ഇസ്രായേലുമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ഇറാനിലെ പോർട്ട് ഉൾപ്പെടെ നമ്മുടെ എല്ലാ തന്ത്രപ്രധാനമായ കാര്യങ്ങളും ഏത് ഗവൺമെൻറ് വന്നാലും നിലനിർത്തണം എന്ന് നരേന്ദ്രമോദിക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള ഒരു താക്കോലാണ് ഇസ്രായേൽ. അത് നെതന്യാഹു ആയാലും, ഇനി അത് മാറി പ്രതിപക്ഷത്തെ ആൾ ഭരണപക്ഷത്തേക്ക് വന്നാലും, നമുക്ക് ഉപയോഗിക്കാവുന്ന അമേരിക്കയോട് എന്നും ഒരു വാതുവെക്കാൻ പറ്റിയ ഒരു താക്കോലാണ് ഇസ്രായേൽ. അതാണ്, ആ ബന്ധമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് താങ്കൾ ചോദിച്ചതിൽ എനിക്ക് പറയാനുള്ളത്. ഈ ആയുധം, ആരോഗ്യം, AI എന്നീ വിഷയങ്ങളെ കുറിച്ച് ഒക്കെയാണ് ഇവിടെയുള്ള ചർച്ച. കൃഷി അത്ഭുതമാണ് അവരുടെ കൃഷി. ഇസ്രായേൽ മരുഭൂമി, വെറും മരുഭൂമിയാണ്. അതിനെ അവിടെ അവർ അത്ഭുതകരമായ കൃഷി നടത്തുന്നു. അപ്പം ഫലഭൂയിഷ്ടമായ ജൂതന്മാരുടെ ഒരു കഴിവെന്ന് പറയും. അതായത് പക്ക മരുഭൂമിയിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ കനകം വിളയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ടെക്നോളജികളൊക്കെ ഇന്ത്യക്ക് കിട്ടിയാൽ, ഇന്ത്യയുടെ ഫലഭൂയിഷ്ടമായ ഈ മണ്ണിൽ നമുക്ക് ലോകത്തിന് മുഴുവനുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അതാണ് ഇന്ത്യ ഇസ്രായേൽ ട്രേഡ് റിലേഷൻ്റെയും സാങ്കേതിക ബന്ധങ്ങളുടെയും ആണിക്കല്ല് എന്ന് പറയുന്നത്. അത് യുദ്ധോപകരണങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ, യുദ്ധതന്ത്രങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ. നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻ എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലാണ്. കാർഗിൽ മുതൽ ഇന്നലെ നടന്ന സംഭവങ്ങളിൽ വരെ തീവ്രവാദവുമായി ബന്ധപ്പെട്ടോ എന്ത് നടന്നാലും ആദ്യം നമുക്ക് വേണ്ട നിർദ്ദേശം തരുന്ന ഒരു രാഷ്ട്രം ഇസ്രായേലാണ്. അവരുടെ സീക്രട്ട് സർവീസിൻ്റെ പോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സീക്രട്ട് സർവീസ് ലോകത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് വലിയ രാഷ്ട്രങ്ങളെ പോലും വെല്ലുവിളിക്കാൻ കഴിയുന്നത്. നരേന്ദ്രമോദി ഈ ഇസ്രായേലിനോട് കൂടുതൽ അടുത്ത് നിൽക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ ചിലർക്ക് അതിനോടൊരു വലിയ വെറുപ്പും ഗാസയോടെ കൂടുതൽ ചേരുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഒക്കെ
വലിയ വിഷൻ എന്താണെന്നുള്ളത് അതിൻ്റെ മിഷൻ രംഗത്ത് വരുമ്പോഴേ പലർക്കും മനസ്സിലാവുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.